ഹലോ ഗായ്സ്, ഞാനിന്ന് കളിക്കാൻ പോണ ബേബി ഇനിയല്ലോ എൻ്റെ പാർട്ട് 4 ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മുമ്പ് ലൈക്കും സബും ചെയ്യണം. അങ്ങനെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കഴിഞ്ഞ ദിവസം ഞാൻ ബേബീൻ ഭയങ്കര ടയേർഡാണെന്നൊക്കെ പറഞ്ഞ് അപ്പം ഞാൻ ബേബീനെ എടുക്കരുതെന്നാണ് എഴുതി കൊടുത്തത്. അപ്പം ഞാൻ എടുക്കാതെ നേരെ പോയിരുന്നു. പിന്നെ ബേബി ടി വി ആയിട്ട് നിന്ന് ഇഷ്ടംമാതിരി ടി വി ഉണ്ടായിരുന്നു. ടി വി നോക്കിക്കൂടാന്നാണ് എഴുതി കൊടുത്തത്. ടി വി നോക്കിയാൽ നമ്മൾ ചത്തുപോകും. പിന്നെ ബേബീനെ അമ്മേൻ്റെ അടുത്തുണ്ട്. ബേബിക്ക് നല്ല ദേഷ്യമായിരുന്നു. അങ്ങനെ നമ്മൾ തലയൊക്കെ കറങ്ങി ഇങ്ങനെയൊക്കെ വന്ന് അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയൊരു ഇതിൽ വീഴുന്നു. അപ്പോൾ നമ്മൾ വലിയൊരു കുഴി വന്ന് വീണു. നമ്മൾ കുറേ വട്ടം കറങ്ങി. നമ്മൾ വഴിയിൽ തപ്പി പ്രാന്ത് പിടിച്ച് കുറേ തപ്പി ഊപ്പാട് വന്ന്. അങ്ങനെ കുറേ കഴിഞ്ഞ് ഞാൻ ബേബി ഇന്ന് കഷ്ടപ്പെട്ടൊരു വെൻറ്റി കയറിയിരുന്നു. വെൻറ്റി കയറി കഴിഞ്ഞൊരു വലിയൊരു ഇതിൽ തെന്നി വീണപ്പം ബേബി തടിയും ബേബിയായി. ഇങ്ങനെ ഞാൻ കഷ്ടിച്ച് ഇങ്ങനെയൊക്കെയോ പോയി ഇങ്ങനെ പോയി ഒരു രക്ഷപ്പെട്ടു ലിറ്റിൽ റാബിറ്റിൻ്റെ അത്. അങ്ങനെ നിങ്ങൾ ഈ പാർട്ട് 3 കണ്ടില്ലെങ്കിൽ നിങ്ങൾ പാർട്ട് 3 കാണണം ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ആക്ട് 3 ആണ്. നമ്മളിൽ പാർട്ട് 4. അങ്ങനെ നമ്മൾ ആദ്യം ഇങ്ങനെ ലിഫ്റ്റിൽ ഇതായി. നമ്മൾ ലിഫ്റ്റിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പം നമ്മൾക്ക് ഇതൊക്കെ പ്രസ് ഇതാ ബേബി സിറ്റർ വാണ്ടഡ് എന്നൊക്കെ കുറേ കൊടുത്തിരിക്കുന്നത്. ജയിൽ പുള്ളിയാ ബേബി അല്ലെങ്കിൽ വാണ്ടത്. എന്തൊരു കഷ്ടം. ഇത് ബേബി ഇത് കരയുന്നു. നമ്മളെ ലിഫ്റ്റ് തുറന്ന് നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ പോകാനാണെന്ന് പറയുന്നത്. ഇതൊന്നും അപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെ. ഇതാണ് നമ്മളെ ക്യാറ്റ്. ഇതാണ് നമ്മളെ ക്യാറ്റിൻ്റെ കാൽപ്പാട്. ഇതെന്തോ ഒരു റിമോട്ട് വന്ന് ഇത് ബേബിൻ്റെ സൗണ്ട് ഇല്ല. ദൂരം ഇറങ്ങിയിട്ട് നമുക്ക് ലാഡറിൽ കയറി പോവാം. പൂച്ച പോയാലത് എന്തുവാ ഊതാ ബേബി. ഇതാണ് നമ്മളെ പൂച്ചമാമൻ്റെ കാൽപ്പാട്. നമുക്ക് മനസ്സിലാക്കാതെ പൂച്ചമാമ ഇതെന്താ ആളെ കളിയാക്കുന്ന. നമ്മൾ അപ്പം അവിടെ നിന്ന് കണ്ണടച്ച് ഇതാണ് നമ്മളുടെ ക്യൂരിയോസിറ്റി. പൂച്ചക്കുട്ടൻ പൂച്ചമാമൻ ഓടിക്കളഞ്ഞു. പൊട്ട പൂച്ചമാമൻ. എന്തുവാ കുറേ സ്ക്രൂ ഡ്രൈവറുണ്ട്, വേസ്റ്റുകൾ. പിന്നെ വ്രഞ്ചുണ്ട്. പിന്നെ കുറേ വേസ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഹാമർ, സോക്കറ്റ്. എന്തിന് സോക്കറ്റ് എന്തിന്. പിന്നെ കുറേ താറാവ്. ഇതാണ് നമ്മളെ ബേബി. എന്തുവാ മിസ്സിങ് ഷട്ട് ഡൗണാ. പിന്നെ കുറേ പൊട്ട എണ്ണയുണ്ട്. ഇതാണ് നമ്മളെ പൂച്ചമാമൻ. പൂച്ചമാമ ഭയങ്കര ഓട്ടം പൂച്ചമാമന്. എന്തൊന്നും ബുക്ക് സീറോ. ഹായ് പൂച്ചമാമ. ബുക്ക് എവിടെയാണ് പറയുന്നത്? ഏത് ബുക്ക്? ഇവിടെ 5ൻ്റെ ബുക്ക്. ഇതാണോ? കുറേ നമ്പേഴ്സ് ഉണ്ട്. ഏതെങ്കിലും എടുത്ത് കയറ്റി വെച്ചാൽ മതിയാ. റിമൂവ് ബുക്ക.
ഇതാണ് ആ ലോക്കിൻ്റെ സൗണ്ട് തോന്നുന്നു. അപ്പം ഇത് 2, അപ്പം 3ൻ്റെ ബുക്ക് വേണം. പിന്നെ 1, അപ്പോൾ 2, 3ഉം 2ഉം ബുക്ക് വേണം. 3ൻ്റെ 2ൻ്റെ ബുക്ക് 4 ഉണ്ട്. 2 കിട്ടി. ഇനി 3ൻ്റെ ബുക്ക് കിട്ടിയാൽ 3 ബുക്ക് വാടേ. ഓക്കെ സെറ്റ്. പൂച്ചമ്മ ഓടിക്കളഞ്ഞ് പൊട്ട മാമൻ. നമ്മളെന്തൊരു കേട്ട് ഇതൊന്നും കോളാ. ഫർണൈസ്. അപ്പം ഇതെന്തോന്ന്? ഇപ്പം മനസ്സിലായി. വാൾവ്. ഇത് വാൾവ്. അപ്പം ഞാൻ മൈൻക്രാഫ്റ്റിൽ കണ്ടതിൽ ഫർണൈസിൽ കോളിടണം. അപ്പം നമുക്ക് ഈ ഫർണൈസിൽ കോളിട്ട് നോക്കാം. ഈ കോളിടാം. വീണ്ടും കോളിടാം. എന്നിട്ട് നമുക്ക് വാൾവ് തുറക്കാം. സെറ്റ്. എനിക്കറിയത്തില്ല. അയ്യോ പേടിച്ചു പോയി. മനുഷ്യനെ പേടിപ്പിക്കാൻ പന്ന പൂച്ച. സ്റ്റുപ്പിഡ് പൂച്ച. നോക്കാം. വൈൽഡ് റാബിറ്റ് സൂപ്പർ. നല്ല കൂട്ടനായിരുന്നു. എന്തോടെ എല്ലാം പൊളിഞ്ഞു വീഴോ? എന്തോ അടയ്ക്കല്ലേ കൊച്ചേ. ഇത് സ്പ്രേ മഷി സ്പ്രേ എന്താണ്ട്. പിന്നെ കുറേ ബാറ്ററികൾ. ബ്രോക്കൺ ബാറ്ററി ഉണ്ട്. പിന്നെ ലിവർ നമുക്ക് നോക്കാം. ഇത് നമ്മൾ മുകളിൽ പോണ വഴി. ഇതൊന്നും സൗണ്ട് കേൾക്കുന്നു. ദും ലൈറ്റ്. നമുക്ക് പോയി നോക്കാം. പൂച്ച. ഒരു റോബോട്ടാണിത്. അപ്പോൾ ബാറ്ററി ഇട്ട് കൊടുക്കാനാണ് പറയുന്നത്. ബാറ്ററി ഇട്ട് കൊടുക്കാം. ഇടൂ. നമുക്ക് പിന്നെ എടുത്തുകൊണ്ട് പോവാം. മുകളിൽ കൊണ്ടുപോകാനാണ് പറയുന്നത്. മുകളിൽ കൊണ്ടുപോവാം. മനസ്സിലായി. എനിക്ക് തോന്നുന്നല്ലേ ഇല്ല സോക്കറ്റില്ല മിസ്സിങ് കൊടുത്ത ആ സോക്കറ്റിലും വല്ലതായിരിക്കും ഇങ്ങനെ ഇടേണ്ടത്. നമുക്ക് ഇട്ട് നോക്കാം. നമ്മളെന്തിനു കളിക്കാൻ പോണ ഗെയിം? ബാറ്ററി പവർ കൊടുക്കുന്നതാണ് കേട്ടാ. ഇതാ ഏത് സിമ്പിളല്ലേ ഇത് എനിക്കറിയാം. സിമ്പിളൊക്കെയാണ്, പക്ഷെ അത്യാവശ്യം ഇടയ്ക്ക് തെറ്റിപ്പോവും. ഇതെന്തുവാ? തെറ്റിക്കില്ലേ, ന്യൂട്ട് ചത്തു. ഇങ്ങനെ പോയ മിക്കവാറും ചത്തുപോകും. എങ്ങനെയെങ്കിലും നോക്കാം ഇത് ശരിയാക്കാൻ. അങ്ങനെ ഫൈനലി ഞാൻ ചാർജ് ചെയ്ത് എങ്ങനെയെങ്കിലും കഷ്ടിച്ച്. നമ്മളുടെ റോബോട്ട് റെഡി.
റോബോട്ടിൻ്റെ പേര് ന്യൂട്ടാണ് കേട്ടാ. തക്കടു. എനിക്ക് തോന്നുന്നില്ല മഷിയായിരിക്കും. മഷി ഞാൻ താഴെ കണ്ടിരുന്നു. പിന്നെ തലയ്ക്ക് പ്രശ്നമാണ് കേട്ടാ മഷിയില്ലെങ്കിൽ. നമുക്ക് പോയി മഷി എടുക്കാം. ഇതെന്തോ പേടിച്ചു പോയി. നമുക്ക് ഈ പനി കൊടുക്കാം. ലവ് പടം വരച്ച് കാണിച്ചെന്ന്. ഇതൊന്നും ഇവൻ്റെ സാധനമില്ല, ബൂസ്റ്റില്ല. ഞാനിവിടുന്ന് ഒപ്പിക്കും ബൂസ്റ്റ്. ഇവിടെ വല്ല ന്യൂട്ടിനെ പിടിച്ചിരുത്തണമെന്ന് തോന്നുന്നു. ബേബി അവൈലബിൾ അല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് തുറന്ന് നോക്കാം. ബൂസ്റ്റിന് അടിച്ച് കയറ്റാനുള്ള കണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ലിവർ ചെയ്യുക. തന്നെ തുറക്കാം. കുറേ പൊട്ട സാധനങ്ങളുണ്ട്. സ്ക്രൂ ഡ്രൈവർ എല്ലാം ഉണ്ട്. ബൂസ്റ്റ് ആണെന്ന് ഞാൻ കണ്ടുപിടിക്കുന്നത്. നല്ല ഭംഗിയുള്ള വഴി കണ്ടല്ലേ. ഇതാണ് സെറ്റ്. ഇനി പിടിച്ച് ന്യൂട്ടിനിരുത്തണം വെച്ചിട്ട്. ഇങ്ങോട്ട് വാടാ. കഥ അടച്ച. അയ്യേ, നമുക്ക് ഈ ഡോറ് ബ്രേക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കണം. പിടിച്ചു വയ്ക്കാനുള്ള ഇത് നോക്കട്ട്. ഇത് ഓക്കെ. കിട്ടി. നമുക്ക് എടുത്ത് വെക്കണം. സെറ്റ്. ഇനി നമുക്ക് എടുക്കാം. ഇപ്പോൾ ഇത് തുറന്ന് കിടക്കും അല്ലേ. ഇനി നമുക്ക് ന്യൂട്ടിന് ബൂസ്റ്റ് കൊടുക്കാം. ന്യൂട്ടിൻ്റെ വഴിയിലോട്ട് പോയി. ഇനി ഞാനവിടെ പോവും. അയ്യോ, ന്യൂട്ടിൻ്റെ വഴിയിലോട്ട് പോയേ. ന്യൂട്ട് ചതച്ചേ. ഞാനെന്ത് ചെയ്യും? ബേബിയാണെങ്കിൽ വരാറുമായി. ഇനി ഞാനെന്ത് കിട്ടും? ഈ ന്യൂട്ടേ ഫ്രഞ്ച് വേണമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ലിഫ്റ്റ് ശരിയാക്കാനും വല്ലതായിരിക്കും. നമുക്ക് ഫ്രഞ്ച് ന്യൂട്ടിൻ്റെ കയ്യിൽ കൊടുക്കാം. എടുത്തോ ന്യൂട്ടേ. അവനെത്ര ഉണ്ട് ഫ്രഞ്ച്? പിന്നെ ഇങ്ങനെ അവൻ എടുക്കുന്നതാണെന്തോ. വേഗം അങ്ങനെ നമുക്ക് പുതിയ ഫ്രണ്ട് കിട്ടിയേ. എണ്ണ വേണമെന്ന് എനിക്ക് തോന്നുന്നു. ജാമായി വല്ല കാണുമായിരിക്കും. ഇറക്കാനും വല്ലവരിക്കും എണ്ണ വേണമെന്ന് പറഞ്ഞ. ഇതാ. അവന് കുടിക്കാനായിരുന്ന. അത് താഴെ എടുത്ത് കളഞ്ഞ്. ഇനി പിക്കാക്സ് വേണം. അയ്യോ, പിക്കാക്സ് ഇല്ല, ഹാമർ. മാറിപ്പോയി. മൈൻക്രാഫ്റ്റ് കളിച്ച് എല്ലാം പോയേ. പിക്കാക്സ്, ഹാമറിൻ്റെ പിക്കാക്സും. അങ്ങനെ ഫൈനലി ലിഫ്റ്റ് വന്നു. ഇനി നമുക്ക് പെട്ടെന്ന് കയറിപ്പോണം. നമുക്ക് സേഫ്റ്റിക്ക് ഹാമർ എടുത്ത് വയ്ക്കാം. ജസ്റ്റ് സേഫ്റ്റിക്ക്. ഇനി നമുക്ക് കയറാം. ജസ്റ്റ് മിസ്സായിരുന്നു. നമ്മളിപ്പോൾ തട്ടിയാനാവാൻ വന്നു. ലാബോറട്ടറി എന്തെങ്കിലും ആവട്ടെ.
ഇതാണ് നമ്മളെ ന്യൂ ഫ്രണ്ട്. അങ്ങനെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.